ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയാണെങ്കിലോ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ് നന്ദിനിക്ക്. അപ്പോൾ നന്ദിനിക്ക് വേറെ അറിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരികയാണ് കേട്ടോ. നന്ദിനിക്ക് അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സൂര്യ പറയൂ നന്ദിനി. അപ്പോൾ ഈ സമയം ഞാനിവിടെ ഉണ്ട് സാറ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയൂ എന്നവിടെ പറയുമ്പോൾ പറയാൻ കഴിയുന്നില്ല കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ രാജുവേട്ടൻ്റെ 3 മാസത്തെ ശമ്പളം ഞാൻ കട്ട് ചെയ്തു. അയ്യോ മോളെ, നീ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പറയും. അത് കേട്ടുടനെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിനെ തന്നെ ഞാൻ വെറുക്കുന്ന ഒരാളാണ്, എനിക്കതിന് കഴിയില്ല. അപ്പോഴേക്കും ഇങ്ങനെ ഇന്ദ്രജ വന്ന് എത്തിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം രാജു ആണെങ്കിൽ തട്ടിക്കുട്ടി ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നന്ദിനിക്കത് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ നന്ദിനി പറയാണ്, എന്നെക്കൊണ്ടൊന്നും അത് പറ്റത്തില്ല. അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഇവളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അവിടെ നീ ഒരു കാര്യം ചിന്തിക്ക്. തേങ്ങ പെറുക്കി നടക്കുന്നവൾക്കൊന്നും ഒരിക്കലും ഇംഗ്ലീഷ് പറയാൻ കഴിയില്ല. അത് ഞാൻ നിന്നോട് പറയുന്ന ഒരു വെല്ലുവിളി തന്നെ. നീ ഒന്ന് ഇവളെ ഇംഗ്ലീഷ് പറഞ്ഞ് കാണിപ്പിക്കുക എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വീണ്ടും ഇവർ തമ്മിലൊരു വഴക്കാവുന്നെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയാണ്, സാറേ എന്നെ കിട്ടില്ല, ദേ രാജുവേട്ട നന്ദിനി വന്നില്ലെങ്കിൽ രാജുവേട്ടൻ്റെ ശമ്പളമാണ് കട്ട് ചെയ്യുക. അപ്പോഴേക്കും മോളെ നന്ദിനി ഇനി ഇങ്ങോട്ടേക്ക് വാ. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, ഇതിന് മറുപടി ഒന്നും പറയാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും പോകുമ്പോൾ ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും ദേഷ്യം വരികയാണ് ഇവിടെ സൂര്യക്ക്. സൂര്യയാണെങ്കിൽ എങ്ങനെ ഇവളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഈശ്വര എന്ന് പറയുന്നു. എന്നാൽ ഈ സമയം പത്മയുടെ സമാധാനം പോകാനിട്ട് അമ്മ ഇങ്ങനെ പോയാൽ തീർച്ചയായും അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും. സൂര്യ എന്തിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എന്താ ഉണ്ടാവുക എന്നറിയില്ലേ. പിന്നെ അവൾ ഓഫീസിൽ ആ സ്റ്റാറായി മാറുമോ. അവളിപ്പോൾ പൊട്ടിയായി നിൽക്കുന്നത് ആ സൈനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇംഗ്ലീഷും കൂടി പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ അമ്മയെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന ഒരു രംഗമാണ്. ആ സമയം നന്ദിനി ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുകയാണ്. അപ്പോൾ രാജുവിനോട് പറയാണ്, രാജുവേട്ടാ ഇവിടെ ഒരുപാട് സാധനങ്ങളില്ല, പച്ചക്കറികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, രാജുവേട്ടൻ ഇന്ന് മാർക്കറ്റിലോട്ട് പോവോ? അതിനെന്താ മോളെ, എന്തൊക്കെയാണ് വേണ്ടത്? സാമ്പാർ കഷ്ണങ്ങൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ കുറിപ്പുകൾ കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ രാജു ശരി എന്നാൽ ഞാൻ പോട്ടെ. അപ്പോഴേക്കും രാജു അവിടെ നിന്ന് പോയല്ലോ. ഇതേ സമയം ഇന്ദ്രജയാണെങ്കിലും ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് താഴോട്ട് വരുന്നേട്ടാ. അപ്പോൾ നന്ദിനി എന്തായി, ബ്രേക്ക്ഫാസ്റ്റ് ആയോ? എനിക്ക് തായോ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അയ്യോ മാഡം ആവുന്നേ ഉള്ളൂ, സാമ്പാർ അടുപ്പത്ത്, ഇനിയാണെങ്കിലോ ദോശയോ ഇഡ്ഡലി ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അന്തരിച്ച് പറയണേ, എനിക്കിന്ന് ദോശ മതി, എനിക്ക് ദോശയോടാണ് താല്പര്യം, എനിക്ക് ദോശ മതി എന്ന് പറയണേട്ടോ. ഓ ആയിക്കോട്ടെ. അപ്പോൾ സാമ്പാർ ആയിട്ടില്ലല്ലോ മാഡം, ഒരു 10-20 മിനിറ്റും കൂടി. എനിക്ക് സാമ്പാർ വേണ്ട, എനിക്ക് തേങ്ങാ ചട്നി മതി, എനിക്ക് അതിനോടാണ് ഇഷ്ടം, നല്ലൊരു തേങ്ങാ ചട്നി. അതിനധികം സമയം വേണ്ട മാഡം, അതിനാകെ ഒരു 10 മിനിറ്റ് മതി. എന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, അത് കാത്തിട്ടാട്ടോ ഞാൻ ഇരിക്കുന്നത്, അത്രയും വിശപ്പുണ്ട്. ആയിക്കോട്ടെ എന്നും പറയാൻ കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ വേദ, മറക്കരുത് സിഗ്നൽ തരണം, സിഗ്നൽ ഒരു തുമ്മലായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ എന്നും പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന വേദ കേട്ടോ. വേദ അങ്ങനെ ബ്രേക്കറിൻ്റെ അടുത്തോട്ട് ഓടിയിട്ടുണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ. അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ നന്ദിനിയാണെങ്കിലും മിക്സിയിലോട്ട് തേങ്ങ ഇടുന്നു, പിന്നീട് മുളക് പൊട്ടിച്ചിടുന്നു, അങ്ങനെയുള്ള ആ തിരക്കുകളാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയാണെങ്കിൽ, എടി നീ ചെയ്യടി, നിൻ്റെ കൈയൊന്ന് മുറിയടി, നീ ഒരിക്കലും ഇനി ആ കൈ കൊണ്ട് ഒപ്പിടല്ലേ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒപ്പിടുന്ന രംഗത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ഇതേ സമയം നന്ദിനിയാണെങ്കിലോ മിക്സി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മിക്സിമേലോട്ട് ജാറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഓൺ ചെയ്യാണ്. ഓൺ ചെയ്ത ആ സമയം തന്നെ വേദ ഈ പറയുന്ന ബ്രേക്കർ ഓഫ് ചെയ്യാണ് കേട്ടോ. അതോടുകൂടി കറണ്ട് പോവാണ്. അയ്യോ കറണ്ട് പോയല്ലോ നന്ദിനി, കറണ്ട് പോയി. എനിക്കാണെങ്കിലോ ഇന്ന് വല്ലാത്ത വിശപ്പ്, സാമ്പാറാണെങ്കിലോ എനിക്ക് പറ്റത്തുമില്ല, എനിക്ക് ഈ ചട്നി കിട്ടണമായിരുന്നു, ചട്നി ആണെങ്കിൽ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, ദോശയാണ് കഴിക്കാൻ തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ, മാഡം സങ്കടപ്പെടേണ്ട, ഞാൻ ഇപ്പം തന്നെ ഈ തേങ്ങാപ്പൂളുകൾ എടുത്ത് അരക്കല്ലിലിട്ട് അരച്ച് ഇപ്പോൾ മാഡത്തിന് ചട്നി ഉണ്ടാക്കി തരാം. ആ ശരി എന്നാൽ എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അരക്കല്ല് കഴുകാൻ വേണ്ടിയാണ് നന്ദിനി പുറത്തോട്ട് പോകുന്നത്. അങ്ങനെ നന്ദിനി അവിടെ ചെന്ന് അതൊക്കെ കഴുകുകയാണ്. എന്നാൽ ഈ സമയം വേദയാണ്, നിനക്കുള്ള പണി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് കേട്ടോ
ഇന്ദ്രജ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രജയുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നത്. അത് തൻ്റെ അമ്മയായിരിക്കും കേട്ടോ. ഇതെന്തിനാ അതിരാവിലെ തന്നെ അമ്മ റൂമിലിരുന്ന് എനിക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ അമ്മേ? അതെ, എനിക്കൊരു അർജൻറ്റുണ്ട്. എന്താ? എൻ്റെ റൂമിലുണ്ട് ഒരു ഫയൽ ഇരിക്കുന്നു. അപ്പോൾ അമ്മ റൂമിലില്ലേ? ഇല്ല, എനിക്ക് തിരക്ക് പിടിച്ച് ഇന്ന് ഓഫീസിലോട്ട് വരേണ്ടി വന്നു. എൻ്റെ റൂമിൽ ഒരു നീല ഫയൽ ഇരിക്കുന്നുണ്ട്. നീ അത് പെട്ടെന്ന് വിജയുടെ അടുത്ത് കൊടുത്തു വിട്ടേ, ഒരു അർജൻറ്റാണ്. ഞാൻ ആച്ചെങ്കിൽ അത് എടുക്കാനും മറന്നു. അതിൻ്റെ ആവശ്യത്തിനാണ് ഇത്ര അതിരാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നതെന്ന് പറയട്ടോ. ശരി അമ്മേ എന്നും പറഞ്ഞിട്ട് റൂമിലോട്ട് പോകണം കേട്ടോ. എന്നാൽ ഈ സമയം വേദ ഈ ഒരു ബ്രേക്കർ ഓഫ് ചെയ്യാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ മറന്നിരിക്കുകയാണ് കേട്ടോ ഇന്ദ്രജ. അങ്ങനെ ഈ ഇന്ദ്രജ അങ്ങ് പോയ പാടെ അങ്ങോട്ടേക്ക് വിജയ് കയറി വരികയാണ്. വിജയാണെങ്കിൽ സാമ്പാറിൻ്റെ മണം, ദോശക്കല്ലാണെങ്കിൽ അടുപ്പത്ത്, എന്നാൽ ഇഡ്ഡലി ഈ വശം. വല്ലാത്ത വിശപ്പ്, ഈ നന്ദിനിയുടെ ഭക്ഷണത്തിന് അപാര ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പാത്രങ്ങൾ ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ മുകളിൽ ജാറിരിക്കുന്നുണ്ട്. ഇതെന്താ എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ തേങ്ങാപ്പൂളുകൾ അതിലിങ്ങനെ കിടക്കുന്നു കേട്ടോ. ഇത് കാണുന്ന വിജയ്ക്കൊരു സന്തോഷമൊക്കെ മനസ്സിൽ തോന്നണം. അങ്ങനെ വിജയ് പറയണം, തേങ്ങാപ്പൂളുകൾ കിടക്കുന്നത്, ഞാൻ ഇതും കൂട്ടി ശർക്കരയും കൂട്ടി തിന്നാൽ നല്ല രസമായിരിക്കും. എന്തായാലും ചട്നി ഉണ്ടാക്കാനായിരിക്കും. ഞാൻ എന്തായാലും വേണ്ടില്ല, ഞാൻ തേങ്ങാപ്പൂൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിക്സി അങ്ങ് തുറക്കണം കേട്ടോ. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഈ മിക്സി ഓൺ ചെയ്തേക്കാണല്ലോ ഈ പറയുന്ന കറണ്ട് ഓഫ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് തുറക്കുന്ന സമയത്ത് ഈ പച്ചമുളകിൻ്റെ സ്മെല്ല് ഈ പറയുന്ന വിജയുടെ മൂക്കിലോട്ട് കയറണം കേട്ടോ. അതോടുകൂടി വിജയ് ഒന്നങ്ങ് തുമ്പുന്നതിനോടുകൂടി വേദ ഇന്ദ്രജയാണെന്ന് കരുതിയിട്ട് വേദ മിക്സി ഓൺ ചെയ്ത്, എന്നാൽ ഈ മിക്സിയുടെ ഉള്ളിലോട്ട് വിജയ് കൈവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വിജയുടെ 3 വിരലും ഒരുപോലെ അങ്ങ് മുറുകയാണ്. ഇവിടെ ഇപ്പോൾ വേദന കൊണ്ട് വിജയ് ചീറുകയാണ്. അപ്പോഴാണ് നന്ദിനി ആ വഴി വരുന്നത്. നന്ദിനി പെട്ടെന്ന് മിക്സി ഓഫ് ചെയ്യാണ് കേട്ടോ. അതോടുകൂടി വിജയ് കരയുകയാണ്. അയ്യോ, വേദന സഹിക്കുന്നില്ലേ? അപ്പോൾ ഇന്ദ്രജയും വേദയും ഈ കരച്ചിൽ കേൾക്കുന്ന അവർ മുകളിൽ നിന്ന് ഓടി വരികയാണ് കേട്ടോ. വേദ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിജയുടെ കൈ മിക്സിയിൽ. അങ്ങനെ മിക്സിയിൽ അകപ്പെട്ടിരിക്കുകയാണല്ലോ. അപ്പോഴേക്കും നന്ദിനി ആ കൈ അങ്ങ് എടുക്കുമ്പോഴേക്കും ഇന്ദ്രജ വന്ന് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോഴേക്കും വിജയുടെ ബോധം പോവുകയാണ് കേട്ടോ. അയ്യോ, എൻ്റെ വിരൽ ചോര ചോര എന്ന് പറഞ്ഞ് പിന്നീട് ബോധം കെട്ട് കിടക്കുന്ന ആ വിജയാണ് കേട്ടോ. അപ്പോൾ അവരവർ കുഴിച്ച കുഴിയിൽ അവരെ തന്നെ വീണിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്ക് ഒരു ആപത്തും സംഭവിച്ചില്ല. ഇതേ സമയം വേദ ഇങ്ങനെ ഇന്ദ്രജയെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും എന്ന് പറയണേ. അങ്ങനെ കിച്ചൺ മൊത്തം ബ്ലഡായിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ നന്ദിനി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ വേദയോട് ഇന്ദ്രജ ചൂടാവുകയാണ്. നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേച്ചിയല്ലേ ഞാൻ തുമ്മിയിട്ടൊന്നുമില്ല, ഞാൻ സിഗ്നൽ തന്നാൽ മാത്രമല്ലേ നീ ഓണാക്കാൻ പാടുള്ളൂ. ഇങ്ങേര് എപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോയതെന്നാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടും കൂടി പറഞ്ഞിട്ട് വേണ്ടേ? എനിക്കല്ലേ, എൻ്റെ കൈവിരലുകളല്ലേ പോയത്. അയ്യോ ഈശ്വര, എനിക്ക് സഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിജയുടെ ആ കരച്ചിലോട്ടോ. പിന്നീട് പത്മ വീട്ടിൽ വരികയാണ്. അപ്പോൾ പത്മ വീട്ടിൽ വന്നപ്പോൾ ഇവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തു കൂട്ടുള്ളൂ എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ അച്ചടക്കവും ഒതുക്കത്തോടും കൂടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പത്മ ഞാൻ ചെയ്തോളാം അവൾക്കുള്ള പണി എന്നൊക്കെ പത്മ പറയുന്നുണ്ട് കേട്ടോ.